പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ 4 പേർ മരിച്ച സംഭവം ഞെട്ടലോടെയാണ് ഒരു നാട് കേട്ടത്. കുടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയെത്തിയ കോന്നി സ്വദേശികളുടെ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിൽ സഞ്ചരിച്ച നവദമ്പതികളും ഇരുവരുടെയും അച്ഛന്മാരുമാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ഞകല്ലിൽ പുലർച്ചെ 4:15 അപകടം. മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ നിഖിലിനെയും അനുവിനെയും കൊണ്ട് കാറിൽ മടങ്ങുകയായിരുന്നു ബിജുവും മത്തായിയും. തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സുമായാണ് കാർ കൂട്ടിയിടിച്ചത്. മത്തായിയും നിഖിലും ബിജുവും അപകട സ്ഥലത്തു വെച്ച് തന്നെ മരിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അനുവിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. ബിജുവായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 2 ആഴ്ച മുൻപായിരുന്നു നിഖിലും അനുവും തമ്മിലുള്ള വിവാഹം. സ്ഥിരം അപകട മേഖലയിലാണ് അപകടമുണ്ടായത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കുവൈറ്റിലുള്ള നിഖിലിന്റെ സഹോദരി നാട്ടിലെത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും. ഡ്രൈവർ അടക്കം 19 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കുപറ്റിയെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല. ഇവർ മറ്റൊരു വാഹനത്തിൽ നാട്ടിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, പത്തനംതിട്ട.